അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ സനാതനധർമ്മത്തെ ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ 2018 സർക്കാർ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇവിടെയും സ്വീകരിക്കുന്നത്. അവിശ്വാസികളെ സംഗമത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമം. അയ്യപ്പ ഭക്തർ ഒറ്റയ്ക്കല്ലെന്നും സനാതന വിശ്വാസികൾ സംഗമത്തെ ഒരുമിച്ച് ചെറുക്കുമെന്നും SGR കുമാർ പ്രതികരിച്ചു. ഈശ്വരവിശ്വാസം ഇല്ല എന്നുള്ളത് കൊണ്ട് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത ഒരു മന്ത്രിയാണ് പോയി ദൈവത്തിൻ്റെ കാര്യം പറയാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവർക്ക് എന്ത് അവകാശമാണ് ഈ ശബരിമലയിലെ ഈ വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്? അതിശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടാവും. ഒരു കാരണവശാലും ഇത്ര അവിശ്വാസികളുടെ സമ്മേളനം മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കാൻ സനാതന വിശ്വാസികൾ സാധിക്കില്ല. അതിന് വേണ്ട നടപടികൾ, ഏതൊക്കെ നടപടികൾ വേണോ അതെല്ലാം നമ്മൾ എടുക്കും. തീർച്ചയായിട്ടും ആ ശബരിമല, പ്രത്യേകിച്ച് നമ്മൾ ഇവർക്ക് ഇത്തരത്തിൽ ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഈ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുകയാണെന്ന് പറയാം. അത് എന്തുകൊണ്ട് ഈ പമ്പയിൽ, വേറെ എത്ര സ്ഥലമുണ്ട്, പത്തനംതിട്ട ആകാമല്ലോ, തിരുവനന്തപുരത്താകാമല്ലോ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത്, എന്തുകൊണ്ട് പമ്പയിൽ? അതുപോലെ തന്നെ അയ്യപ്പ സംഗമം എന്ന പേരിൽ എന്താണ് പേരിട്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയമണ്ട് ജൂബിലി എന്നെന്തോ പറഞ്ഞ് പേരിടാമല്ലോ. ഇവരെ വിശ്വാസങ്ങളൊപ്പമാണെങ്കിൽ ശബരിമല സംരക്ഷിക്കുമെന്നും ആചാരം സംരക്ഷിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ ഇപ്പോഴും അവർ കൊടുത്തിരിക്കുന്ന നിലനിൽക്കുന്ന ആ ഒരു സത്യവാങ്മൂലം പിൻവലിച്ച് ഞങ്ങൾ വിശ്വാസികളൊപ്പമാണെന്ന് പറയുകയും ചെയ്യണം. ഇത്തരം കാര്യങ്ങളിൽ അവർ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അതല്ലെങ്കിൽ ഭക്തജനങ്ങൾ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ നീങ്ങും. അതിന് പൂർണ്ണ ഉത്തരവാദി ഈ കേരള സർക്കാരും ഇടതുപക്ഷ പാർട്ടികളുമാണെന്ന് മാത്രമേ എനിക്ക് പറയാം.